Yes, കേൾക്കാം. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എൻ്റെ പേര് അജ്മി. ഞാൻ എറണാകുളമാണ് എൻ്റെ സ്ഥലം. ഇന്ന് ഞായറാഴ്ച വളരെ കുറച്ച് ആളുകളുള്ളത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മിറാക്കിൾ മോർണിംഗ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ ഒരു ടോപ്പിക്? ഇതിന് മുൻപ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കുകയായിരുന്നെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് ആയാൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. ഇത് ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, എനിവേ, മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്നത് എല്ലാവരും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് ആളുകള് തുടർന്ന് പോരുന്ന ഒരു ഹാബിറ്റ്. നമുക്കത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നമുക്കും വൺ ഓഫ് ദം ആയി മാറാൻ സാധിക്കണം, അല്ലെ? നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള മോർണിംഗ് മീറ്റുകളിലെല്ലാം പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മളും വൺ ഓഫ് ദ സക്സസ്ഫുൾ പീപ്പിൾ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലോ. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, എല്ലാവരും മടി പിടിച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മളിവിടെ ഉണർന്നിരുന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളും ആഗ്രഹിക്കുന്നത് നമുക്കും സക്സസ്ഫുൾ ആകണം, അവരെക്കാൾ പീസ്ഫുൾ ആവണം, ഹാപ്പി ആവണം, അല്ലെങ്കിൽ മോർ ഇൻഫോർമേറ്റീവ് ആകണം, അങ്ങനെയെല്ലാം ആഗ്രഹിച്ചിട്ടാണ്, അല്ലെ? ഓക്കെ, അപ്പോ അതിലേക്കുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആർ യു ഓൾ റെഡി? റെഡിയാണോ എല്ലാവരും? Yes, ma'am. Yes. ഓക്കെ, അതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സേവേഴ്സ് എന്ന് പറയുന്ന ഒരു 6 തിങ്സ് ആണ് ഞാൻ പറയുന്നത്. സേവേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമിൽ വരുന്ന 6 ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തേക്ക് പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് അത് നിർത്തി കളഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇപ്പോ സേവേഴ്സ് ചെയ്യാൻ വേണ്ടി അതല്ല, നമ്മുടെ ലൈഫിലെ ഒരു റുട്ടീനാക്കി മാറ്റേണ്ട 6 കാര്യങ്ങളാണ് ഈ സേവേഴ്സ് എന്ന് പറയുന്നത്. എസ് ഫോർ സൈലൻസ്. സൈലൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പൊ നമ്മൾ ചെയ്ത മെഡിറ്റേഷൻ, അത് വൺ ഓഫ് സൈലൻസ് മെത്തഡ് ആണ്. അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മോർണിംഗ് പ്രയർ. നമ്മളിപ്പോ മുസ്ലിം ആയാലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആരാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഒരു മോർണിംഗ് പ്രയർ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും. ആ ഒരു പ്രയറിനെ സ്ഥിരമാക്കുക എന്ന് പറയുന്നതാണ്. അത് ആണ് ഫസ്റ്റ് തിങ്. സൈലൻസ്. സേവേഴ്സ്, SAVERS ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എസ് ഫോർ സൈലൻസ്. അതിൽ നമുക്ക് പ്രയറോ മെഡിറ്റേഷനോ എന്താണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നമുക്ക് കൂടുതൽ ഒരു സ്പിരിച്വൽ ഫീലിംഗ് തരുന്നത് എന്താണോ അത് ചൂസ് ചെയ്യാം. സെക്കൻഡ് വൺ എ, അല്ലെ? എസ് കഴിഞ്ഞ് എ, അഫർമേഷൻസ്. അഫർമേഷൻസ് എന്തായിരിക്കും? വിംബിൾ അക്കാദമിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരോട് എന്താണ് അഫർമേഷൻ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എന്നാൽ എല്ലാവർക്കും അറിയായിരിക്കും, അല്ലെ? എന്താ അഫർമേഷൻ? നമ്മളെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഐ ക്യാൻ ഡു ഇറ്റ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഐ വിൽ വിൻ, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് എല്ലാ ദിവസവും രാവിലെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണോ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, ഐ ക്യാൻ ടോക്ക് ഇൻ ഇംഗ്ലീഷ് വെരി കോൺഫിഡന്റ്ലി എന്ന് എല്ലാ ദിവസവും അഫർമേഷൻ എടുക്കുക. ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ അഫർമേഷൻ എടുക്കുക. കുറേ ദിവസം അഫർമേഷൻ നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ അതിനെ ഇങ്ങനെ വിശ്വസിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ബ്രെയിനിനോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ബ്രെയിൻ പൊട്ടനാന്ന് പറയും. ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു ടേമാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ പറയുന്നത് അതിനെ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പണി. നമ്മൾ എന്നെ കൊണ്ട് ഇന്ന് വയ്യ, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുന്ന എന്താണ്? വയ്യ വയ്യ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക് കൂടി. പക്ഷെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് അഫർമേഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് നന്നായി വർക്ക് ചെയ്യും. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽസ് നമുക്ക് തരും, അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ സൈലൻസ് ആയി, അഫർമേഷൻസ് ആയി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വി അല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? അതെ. പുതിയ ടേം ആണോ അതോ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണോ അത്? കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, അപ്പോ ഓർമ്മ പുതുക്കലാവട്ടെ. ഓക്കെ, വി ഫോർ വിഷ്വലൈസേഷൻ.
വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കേട്ടിട്ടുള്ള ആള് ഒന്ന് പറഞ്ഞേ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ചുമ്മാ ഒരു ഇന്ററാക്ഷൻ ആയിട്ട് പറഞ്ഞാൽ മതി, ടാസ്ക് കിട്ടിയ പോലെ വേണ്ട. വിഷ്വൽ ചെയ്യുക, നമ്മളുടെ ഗോൾ എന്താണോ അത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തിട്ട് അതെ, നമ്മുടെ ഗോൾ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ഗോൾ എന്താണോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ എന്താണോ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്തും ചെയ്യാം നമുക്ക് വിഷ്വലൈസേഷൻ ആയിട്ട്. അതിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ നന്നായി ചെയ്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഒരു വിഷ്വലൈസേഷനിൽ നമുക്ക് അന്നത്തെ കാര്യങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടും. ദെൻ SAVE, then V, then E. Next one is E. E എന്തായിരിക്കും? E for what? Exercise. Yes. Exercise means എന്തായിരിക്കും? എന്താണ് എക്സസൈസ്? ഒരു ഡേയില് ഒരു 5 minutes to 15 minutes, മാക്സിമം 1 hour എന്ന് പറയുന്നത്. 1 hour എന്ന് പറയുന്നത് വലിയ വർക്കൗട്ട് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കാണ്. അല്ല, എല്ലാ മനുഷ്യനും ഒരു 5 to 20 minutes എല്ലാ ദിവസവും നമ്മുടെ ബോഡീനെ വാമപ്പ് ആവാനുള്ള ഒരു എക്സസൈസ് ചെയ്യാം. ആ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് മുതൽ നമ്മുടെ ബോഡിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം കിട്ടുന്ന ഒരു പോളിഷിങ്. നമ്മൾ രാവിലെ നന്നായി ഷൂ നന്നായി തിളങ്ങാൻ വേണ്ടി പോളിഷ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തുള്ള എല്ലാ അവയവങ്ങൾക്കും കിട്ടുന്ന നല്ലൊരു പോളിഷിംഗ് ആണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫോളോ ചെയ്യുന്നവരായിരിക്കുമല്ലോ. നമ്മളല്ല, ശരിക്കും ഇത് കേൾക്കേണ്ടത് വേറെ, ഇത് അറ്റൻഡ് ചെയ്യാത്ത രാവിലെ ചടഞ്ഞുകൂടി കിടക്കുന്ന ഒരാളാണല്ലേ. അപ്പൊ നമുക്കിത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ആവട്ടെ. അപ്പോ SAVER. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് R. R for what? R for reading, അല്ലെ? ഒരു ദിവസം മിനിമം 5 to 10 പേജസ് വായിക്കുക. അറ്റ്ലീസ്റ്റ് 1 പേജ് എങ്കിലും വായിക്കാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. റീഡിങ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെയും സക്സസ്ഫുൾ അല്ലാത്ത ഒരാളെയും തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് റീഡിങ് ആയിരിക്കും. ഒന്ന് റീഡ് ചെയ്യാത്ത ഒരാളെക്കാൾ എത്രയും ഒരു 10 times എങ്കിലും ബെറ്റർ ആയിരിക്കും അറ്റ്ലീസ്റ്റ് 1 പേജ് എങ്കിലും ഒരു ദിവസം വായിക്കുന്ന ഒരാൾ. നന്നായി വായിക്കുന്ന ഒരാളെ ഉറപ്പായിട്ടും ആൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. SAVERES. ലാസ്റ്റ് S ആണ് സ്ക്രൈബിങ്. നമ്മൾ എന്താണോ നമ്മുടെ ഫീലിങ്സ്, ചിലപ്പോൾ നമ്മുടെ ടെൻഷൻസ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ വിഷസ് ആവാം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് എഴുതാൻ ശ്രമിക്കുക ഡെയിലി. ഒരു സ്ക്രൈബിംഗ് ആയിട്ട് ഒന്നുകിൽ നമ്മൾ വായിച്ചതിന്റെ ഒരു സമ്മറി എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഒരു സമ്മറി ആയിട്ട് എഴുതാം, നമ്മൾ ഡയറി ആയിട്ട് എഴുതുന്ന പോലെ. അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ, നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പറ്റി എഴുതാം. അങ്ങനെ എന്താണോ നമ്മുടെ ഫീലിങ്സ് എന്താണോ അതിനെ കുറച്ചു നേരം സ്ക്രൈബ് ചെയ്യുക, എഴുതി വെക്കുക. അങ്ങനെ ആണ് ഈ 6 കാര്യങ്ങൾ വരുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയുമോ SAVER, സേവേഴ്സിന്റെ ഓരോ ടേം മാത്രം പറഞ്ഞാൽ മതി. S silence. വെരി ഗുഡ്, A affirmation. വെരി ഗുഡ്. V visualization. E exercise. R reading. S scribing. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് റീകളക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയുക എന്ന് പറയുന്നതിനേക്കാൾ കാര്യം ഇത് പ്രാക്ടീസ് ചെയ്യാന്നാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ എത്രമാത്രം നമ്മൾ ഇത് ലൈഫിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഈ പറയുന്ന ഈ 6 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ ഒന്നിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. 6ഉം കൂടി ലൈഫിലേക്ക് നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മുഴുവനായിട്ട് ചെയ്യാറില്ല, സൈലൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, സ്ക്രൈബിംഗ് ചെയ്യാറുണ്ട് ഡെയിലി. അഫർമേഷനും വിഷ്വലൈസേഷനും ഒന്നും ചെയ്യാറില്ല. അപ്പൊ ആ ഒരു 2 കാര്യം ആഡ് ചെയ്താൽ മതി, ഈസി ആയിരിക്കും. ഇനി സേവേഴ്സിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള, ഏറ്റവും റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഒരു വിഷ്വലൈസേഷനും അഫർമേഷനും കൂടിയിട്ട് ഒരു 5 minutes കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
സേവേഴ്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ടിക്ക് ചെയ്ത് പോവാം. നമുക്ക് ഗ്രൂപ്പിൽ ഇതിനൊരു ചെറിയൊരു ടാസ്ക് ആയിട്ട് ഡെയിലി താഴേക്ക് SAVERS എന്ന് എഴുതിയിട്ട് ഓരോന്നിന്റെ നേരെ നമ്മളിങ്ങനെ ഗ്രീൻ ടിക്ക് ഇടുമല്ലേ, അത് നമുക്കൊരു കുറച്ച് ദിവസം ഗ്രൂപ്പിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുള്ള ആൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇങ്ങനെ ടിക്ക് ചെയ്ത് ആരൊക്കെ ഇതൊക്കെ ചെയ്തു എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഒക്കെ കിട്ടും. നമ്മൾ ഈ ഒരു ട്രെയിനേഴ്സ് ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുള്ളത് കൊണ്ടും നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഇങ്ങനെ നിൽക്കില്ലല്ലോ. യെസ്, അങ്ങനെ ഇടുക, ഓരോന്ന് ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കറിയാം എത്ര പേര് ചെയ്തു, അയ്യോ അയാൾ ചെയ്തു, ഇയാൾ ചെയ്തു, ഓക്കെ ഞാനും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് കാര്യമാണെങ്കിലും 21 days നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും. പിന്നെ നമുക്ക് അതില്ലാതെ പറ്റില്ല. ഇപ്പൊ ഈ എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കാം, ഒരു ദിവസം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എന്ത് തോന്നാം? ഓഫ്, അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ല, അന്നത്തെ ഫുൾ ഡേ പോക്കായിരിക്കും അല്ലേ. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നില്ലേ? അയ്യോ ഒന്നും ചെയ്തില്ല. ആ ഒരു രീതിയിലേക്ക് വരണം. അത് നമ്മുടെ മൈൻഡ് അതിനിങ്ങനെ, എനിക്കത് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തില്ല, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചില്ലല്ലോ എന്ന് തോട്ട് വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളും വൺ ഓഫ് ദ സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദ വേൾഡ് ആയി മാറും. ശരിയാണോ? ഹലോ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ? ആ ഓക്കെ. ഹലോ, നമ്മൾ പറയാം. പലപ്പോഴും പറയാറുണ്ട് 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അത് ഹാബിറ്റ് ആയിരിക്കും, ഒരിക്കലും പോകില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ വർഷങ്ങളോളം ചെയ്ത പലതും മിസ്സായി പോയിട്ടുണ്ട്. പിന്നീട് അത് തിരിച്ചു പിടിക്കാൻ കഴിയാറുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ പല ക്ലാസ്സുകളും കേൾക്കുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നത് ഇങ്ങനെ തന്നെയാണ്. 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഒരിക്കലും പോകില്ല എന്നൊക്കെ പറയും. പക്ഷെ 21 ഒന്നല്ല, ഞാൻ 4 days മാസങ്ങളിൽ ചെയ്ത പല ഹാബിറ്റ്സും മിസ്സായി പോയിട്ടുണ്ട്. അതെന്താ എനിക്കറിയില്ല, എന്റെ ലൈഫിൽ അങ്ങനെ വന്നിട്ടുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 4 years ആയിട്ട് ഡെയിലി കുറച്ച് സമയമെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ ആ ദിവസം എന്റെ പോക്കാണ്. ആ ഒരു ദിവസം എപ്പോഴെങ്കിലും അതിനൊരു സമയം കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് വിടും. ഇല്ലെങ്കിൽ ഇങ്ങനെ എന്റെ വർക്കൗട്ട് ഇങ്ങനെ എന്റെ മനസ്സിലിരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒരു മടിയോ ഒരു കോൺസെൻട്രേഷൻ കുറവോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു തോട്ട് വരില്ലേ, ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു തോട്ട് വരാറില്ലേ, അത് ഞാൻ ഇന്ന് ചെയ്തില്ലല്ലോ എന്ന്. വന്നിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ വരാറുണ്ട്. അത് ആ വേണ്ടിയിരുന്നു, അത് ആ ചെയ്യേണ്ടിയിരുന്നു, അത് പിടിക്കാൻ കഴിയുന്നില്ലല്ലോ അത് എന്നൊക്കെ ഞാൻ തോന്നാറുണ്ട്. ചെയ്യേണ്ടതായിരുന്നു. വെരി ഗുഡ്. ഉണ്ട്. അത് അത് വേണം, അത് ചെയ്യണം, ഇങ്ങനെ തോന്നാറുണ്ട്. ആ ഒരു തോട്ടാണ് നമ്മുടെ ബ്രെയിൻ തരുന്ന എനർജി. അല്ലാതെ ബ്രെയിൻ നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നത് തോട്ട്സ് തരിക എന്ന് മാത്രമാണല്ലോ. നമ്മൾ അതിന് സമയം കണ്ടെത്തി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തിരക്ക് പിടിച്ച ലൈഫിൽ നമുക്കിത് ചിലപ്പോൾ സംഭവിച്ചില്ല. ചിലപ്പോൾ ഏറ്റവും രാവിലെ തന്നെ നമുക്ക് റെഡി ആയി പോകേണ്ടി വരും. ആ ഒരു സമയത്ത് ബ്രേക്ക് ആവും. നെക്സ്റ്റ് ഡേ ആയി കഴിയുമ്പോൾ അതിന്റെ ക്ഷീണാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത്. ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത് നാളെ ആവട്ടെ എന്ന് വെക്കാതെ കിട്ടുന്ന സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെയുള്ള എല്ലാ ഹാബിറ്റിനും ബ്രേക്ക് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, എന്നാണോ നമുക്ക് പറ്റുന്നത്, ആ മൊമെന്റിൽ തുടങ്ങാം. ഓ ഇനി നാളെ ആവട്ടെ, ഇന്ന് ഏതായാലും പറ്റില്ല, ഇനി ഇനി അടുത്ത 1 തീയതി ആവട്ടെ, ഇനി അടുത്ത 1 തീയതി തുടങ്ങാം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്ത് കാര്യം നമ്മൾ നിർത്തിയാലും ഇനി അടുത്ത മാസം 1 തീയതി, ഇത്ര ദിവസമല്ലേ ഉള്ളൂ, ഓക്കെ അതുവരെ നമുക്ക് നമ്മുടെ ഒരു ഏറ്റവും മിസ് വലിയ നെഗറ്റീവ് നമുക്ക് എക്സസൈസ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ചെയ്യുമ്പോൾ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാവില്ലേ? അപ്പൊ അതായിരിക്കും നമ്മളോട് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ? ചെയ്യാതിരിക്കുമ്പം ഇന്ന് എക്സസൈസ് അതെ ചെയ്യൂ എന്ന് പറയുന്നത്. അതെ, ഹാപ്പി ഹോർമോൺസ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്ത് അതെ കാര്യം അതെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ചെയ്യണമെങ്കിൽ. അതെ നമ്മൾ ഈ പണ്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടാണോ? ഉഫ്, ഇന്ന് ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ടാ ചെയ്യണേ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എൻഡോർഫിൻ ഉണ്ടാവും? ഇല്ല. പക്ഷെ മോർണിംഗ് നമ്മൾ കുറച്ചു നേരം, ഇന്ന് രാവിലെ ആ പ്രാക്ടീസ് ചെയ്ത കുറച്ച് സമയമുള്ള ആ മെഡിറ്റേഷൻ, അത് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ അല്ലെങ്കിൽ എൻഡോർഫിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഹാപ്പി ഹോർമോൺസ് നമുക്ക് കുറച്ച് നാളിങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ആവശ്യപ്പെടും, അതെനിക്ക് വേണം. ആ ഒരു തോട്ടാണ് നമുക്ക് ഈ 21 ഡേയ്സിലെ ഒരു ഹാബിറ്റ് കൊണ്ട് പറ്റുന്നത്. അല്ലാതെ നമുക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ നല്ല എഫേർട്ട് എടുക്കണം വീണ്ടും ആ ഒരു റൂട്ടിലേക്ക് വരണമെങ്കിൽ. പക്ഷെ അത്
ബ്രേക്ക് ആവാതിരിക്കാൻ കഴിയില്ല. നമ്മൾ മനുഷ്യരാണ്, ഒരുപാട് എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ബ്യൂസി ഷെഡ്യൂളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, എവിടെയാണോ ബ്രേക്ക് ആയത് അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല, ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ബിഗിനിങ്ങിൽ ഇതിലേക്ക് എത്തിയത് അത്ര തന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള എത്ര പേരുണ്ടെന്ന് ഒന്ന് വോയിസ് ആയിട്ട് പറയണേ. ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ഞാൻ നാളെ മുതൽ ഇന്ന ആ, സമയത്ത് ഒന്ന് പറയണേ. നമ്മളൊന്ന് മിസ്സായ വീണ്ടും അത് ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ട മാം. മീൻസ് ഈ നമ്മൾ സേവേഴ്സിൽ ലൈക്ക് സേവേഴ്സിൽ മിസ്സായി കഴിഞ്ഞപ്പോ ഞാനിപ്പോ അതില് ആ ആ എനിക്ക് എക്സസൈസ് മിസ്സാവാറുണ്ട്. മീൻസ് മോർണിംഗിൽ ചെയ്യും, പിന്നെ ഈവനിങ് ചെയ്യാൻ വിചാരിക്കും, അത് ലാഗ് ചെയ്ത് അന്നത്തെ ദിവസം പോകും. അപ്പൊ അഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും ഫസ്റ്റ് തൊട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. അങ്ങനെ നെക്സ്റ്റ് അതാണ് ഡേ ഞാൻ ചോദിച്ചത്. അപ്പൊ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് സെയിം ഡേ തിങ് നമ്മുടെ തന്നെ ഓക്കെ സംഭവിക്കുന്നു. ആ ഓക്കെ. നാളെ നീളെ സംഭവിക്കുന്നു. ഇല്ല, ഒരു ദിവസം അങ്ങനെ നമുക്ക് ഒന്ന് മിസ്സായ ആ മിസ്സായതില് അന്ന് നമ്മൾ ക്രോസ് ചെയ്ത് വെക്കുക. അപ്പൊ ഈ പറഞ്ഞില്ലേ ഞാൻ ഈ ടിക്കറ്റ് വെച്ച് മാം അത് പറഞ്ഞ ആ ടൈപ്പ് ഒരു ചെയ്ത ടേബിൾ സംഭവം നല്ലതായിരുന്നു. നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും അനലൈസ് ചെയ്യാൻ ചെയ്യുമ്പോൾ. പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കിട്ടുമല്ലേ, ആ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു മന്ത്ലി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. ആ മന്ത്ലി പ്ലാനിൽ ഡേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവുക. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മിസ്സാവുന്നതിനെ ടിക്ക് ചെയ്ത് പോവുക, ഒത്തിരി ഉള്ളത്. അപ്പൊ നമുക്കിങ്ങനെ ഒരു ഡേ മിസ്സായി ആ ഒരു പ്ലാനിൽ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ അത് മിസ്സാക്കാൻ തോന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കണം, ചെറിയൊരു മോട്ടിവേഷൻ. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രസന്റ് ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു കാര്യമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ എന്താ ചെയ്യുന്ന ദിവസങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക. ഞാൻ ഇന്നതെല്ലാം ചെയ്തു, ഓക്കെ, ഞാൻ ഇന്നൊരു ചെറിയ ബോക്സിൽ എഴുതിയിട്ട് ഐ കംപ്ലീറ്റ് ടുഡേസ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ മടക്കി അതിലിട്ട് വെക്കുക. അങ്ങനെ ആ ഒരു ബോക്സ് ഫില്ലായി വരുമ്പോൾ നമുക്ക് അതൊരു മോട്ടിവേഷനാ. കാര്യം നമുക്ക് അതിന് ഫിസിക്കലി നമുക്കൊന്നും കിട്ടുന്നില്ല, പക്ഷെ ആ ജാർ ഇങ്ങനെ ഫില്ലായിരുന്നത് ഒരു ട്രാൻസ്പെറന്റ് ജാറാണെങ്കിൽ അത് ഫില്ലാവുന്നത് നമുക്ക് മോട്ടിവേഷനാ. അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേഷൻ നമ്മൾ നമുക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹാബിറ്റും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ റീഡ് ചെയ്യാൻ എടുക്കുന്ന ബുക്സിനെ ഇപ്പൊ റീഡിംഗ് ആയിരിക്കും മിക്കവാറും പേർക്ക് വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ എക്സസൈസിങ് ആയിരിക്കും. ഈ റീഡിങ് വിട്ടുപോകുമ്പോ ആ റീഡിങ് വിട്ടുപോകാനുള്ള കാര്യം നമുക്ക് എന്തിലാണോ താല്പര്യമുള്ള അങ്ങനെയുള്ള ബുക്സ് ഒക്കെ വായിക്കാൻ ശ്രമിക്കും. നമ്മൾ ബുക്ക് കിട്ടുമ്പോൾ ഇന്ന് ഈ ബുക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ ഒന്നാണെങ്കിൽ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. നമ്മൾ താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നോക്കി ആ ബുക്ക് പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്താലും ആ ബുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെയ്യും അല്ലെ, അതിങ്ങനെ കയ്യിൽ നിന്ന് വെക്കാൻ തോന്നില്ലല്ലോ. അതുപോലെ നമുക്ക് താല്പര്യമുള്ള ബുക്സിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒന്നാമത്തത് അത്. അല്ലെങ്കിൽ ഇനി ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, അറ്റോമിക് ഹാബിറ്റ്സ്, ഈ ബുക്കൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ. ഒരു പ്രാവശ്യം അല്ല കേട്ടോ, അതിന്റെ മോട്ടിവേഷൻ പോയി കഴിയുമ്പോൾ വീണ്ടും വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രക്ക് നല്ല ബുക്കുകളാ. ഈ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ലൈഫിലെ ഈ മോർണിംഗ് ഹാബിറ്റ് ഡ്രോപ്പ് ചെയ്യാൻ തോന്നില്ല. മോർണിംഗ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിങ് പാഡാണ്, ആ ഒരു സക്സസ്ഫുൾ ഡേയിലേക്കുള്ള ലോഞ്ചിങ് പാഡ്. ആ ലോഞ്ചിങ് പാഡിൽ മോർണിംഗ് നമ്മൾ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സക്സസ്ഫുൾ ആവും എന്നുള്ളതിന് ഒരു സംശയമില്ല. അത്രയും നമുക്ക് റിസൾട്ട് തരുന്ന കാര്യമാണ് ഈ മോർണിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ആ മോർണിംഗ് ഹാബിറ്റിനെ അങ്ങനെ തന്നെ കൊണ്ടുപോവാ. ബ്രേക്ക് വന്നോട്ടെ, നെക്സ്റ്റ് ഡേ നമ്മൾ അതിലായിരിക്കണം. ഒരു ദിവസം ബ്രേക്ക് വന്നോട്ടെ, നമ്മൾ എല്ലാ ദിവസവും കട്ടൻ ചായ കുടിക്കും അല്ലെ, അല്ലെങ്കിൽ കാപ്പി കുടിക്കും രാവിലെ. എത്ര പേരുണ്ട് രാവിലെ കട്ടൻ ചായയോ കാപ്പിയോ കുടിക്കുന്നവര്? ചുമ്മാ ഒന്നറിയാൻ, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോന്ന് അറിയാൻ. ആരും ഇല്ല, എല്ലാവരും വെള്ളം കുടിക്കുന്നവരാ. എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ? അല്ല ചായ കുടിക്കും. ചായ കുടിക്കുമോ? ഇത് കുടിക്കരുതെന്നാ പറയാൻ വന്നത്, പക്ഷെ അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചായ കുടിച്ചത് ശീലമായി കഴിഞ്ഞാൽ ചായ ഇല്ലെങ്കിൽ തലവേദന എടുക്കൂലേ? ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്വഭാവം തോന്നുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. കുടിക്കാറില്ലാത്ത യെസ് ആൾക്ക് മാം, അങ്ങനെ ഉണ്ട്. ചായ കുടിച്ചില്ലേ തലവേദന. പക്ഷെ ഞാൻ അത് കൺട്രോൾ ചെയ്ത് അവോയ്ഡ് ചെയ്തു. മീൻസ് വെരി അതിനൊരു ഗുഡ്. നമുക്ക് അഡിക്റ്റ് ആയി മോർണിംഗ് മാറി. ഏറ്റവും നല്ലത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിക്കണം എന്നാ. അതും തിളപ്പിച്ചാറിയതാണെങ്കിൽ ആറിയിട്ട്, അല്ല തണുത്ത വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ ആണെങ്കിൽ പോലും ഞാൻ കുടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് അല്ല, എത്ര എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റുമോ അത്രയും ഞാൻ കുടിക്കും. അത് ഒരു ഹെൽത്തി ഹാബിറ്റിലേക്ക് വന്നതിന് ശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്.
അപ്പോ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ നോർമൽ വാട്ടർ ആണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ ക്ലൈമറ്റിലും ഈ ഒരു ഇതിലും നമ്മളൊന്ന് നന്നായി തിളപ്പിച്ചിട്ട് അതിനെ ആറിയിട്ട് കുടിക്കുന്നതാണ് നല്ലത്. നോർമൽ വാട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചവെള്ളം അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റും ഹലോ, ആ മിസ്സായി പോകുന്ന ഹാബിറ്റ്സ് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അതിനാണ് ഞാനിപ്പോ പറഞ്ഞ ആ ഒരു മാർക്കിംഗ് ഒക്കെ വെക്കാന്ന് പറഞ്ഞത്. മിസ്സായിട്ട് പോണ അതൊക്കെ ഹാബിറ്റില് ചെയ്യാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ സെൽഫ് ഇവാലുവേഷൻ നടത്താറുണ്ട്. ആ വേറെ സെൽഫ് എന്തെങ്കിലും? ഇവാലുവേഷൻ നടത്തുമ്പോ തോന്നുന്നില്ലേ നെക്സ്റ്റ് ഡേയിലേക്ക് ആ ഒരു അത് ഇനി ടിക്ക് അവിടെ വരണം എന്ന് തന്നെ നമ്മൾ ചിന്തിക്കില്ലേ? ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് അത് പ്രാക്ടിക്കലായിട്ട് വരണല്ലോ, ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. തോട്ട്സിനെ വർക്കിൽ ആക്ഷനിലേക്ക് കൊണ്ടുവരാ. തോട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ബ്രെയിനിന്റെ പണി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആക്ഷൻ ആക്കാത്തത് നമ്മുടെ കോൺഷ്യസ് എഫേർട്ടാണ്. ഈ തോട്ടിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള ടിപ്സ് ആണ് ഞാൻ ചോദിച്ചത്. തോട്ട്സിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ആണ് അതിന്റെ ആക്ഷൻ. ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ തുടങ്ങിക്കോ. ഒരു കാര്യം നമുക്കിപ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അല്ലെങ്കിൽ അതിൽ ഹാപ്പിനെസ് കിട്ടാതിരിക്കുമ്പോഴല്ലേ നമ്മൾ എന്തിനേയും ഡ്രോപ്പ് ചെയ്യണേ. ഒരു ഹാപ്പിനെസ് ഫാക്ടർ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഹാപ്പിനെസ് കിട്ടാതിരിക്കുമ്പോഴല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഈ തോട്ടുണ്ട്, പക്ഷെ അത് പ്രാക്ടീസിലേക്ക് ചിലപ്പോഴും വരാറില്ല, ഡെയിലി അല്ല, ചിലപ്പോഴും മിസ്സായി പോകും. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മിസ്സായി പിന്നെ അത് നമ്മളിന്ന് വിട്ടുപോകും. പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസം. അപ്പോ അതിനകത്ത് എന്തോ ഒന്ന് ഒരു ഡോപ്പമൈൻ കണ്ടന്റ് വിട്ടു പോകുന്നുണ്ട്. അതായത് ആ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തോ ഒരു സംഭവം മിസ്സാകുന്നുണ്ട്. അതായത് അതിനെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്ക്. അതൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ. അത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. എനിക്കും സക്സസ്ഫുൾ ആകണ്ടേ. നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ റൂമിലൊക്കെ എഴുതി വെക്കണം, ഐ ഹാവ് വാണ്ട് ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ള. അത് കാണുമ്പോൾ സക്സസ്ഫുൾ പേഴ്സൺ എന്താവണം, സക്സസ്ഫുൾ പേഴ്സന്റെ മോർണിംഗ് എങ്ങനെയാകണം, ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ലേ. മറ്റൊരാൾക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റാത്ത കാര്യമാണല്ലോ അല്ലെ, നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരാൾക്കും നമുക്ക് വേണ്ടി തരാൻ കഴിയാത്ത കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മുടേതായ എഫേർട്ട് തന്നെയല്ലേ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറയട്ടെ മാം. ഓക്കെ. അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഇതിൽ തന്നെ റീഡിങ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റില്ല, ഒരു ദിവസം പേജ് വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതൊരു ഒരു ഇതായിരിക്കും അല്ലെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്നൊരു കാര്യം അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം ആശ്വസിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഖുറാനൊക്കെ ഓതാണെന്നുണ്ടെങ്കിൽ ഖുറാൻ ഓതൂലേ, അപ്പോ അത് മനസ്സുകൊണ്ട് വിചാരിക്കും ഇന്നിപ്പോ ബുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ അതിലേക്ക് മാറ്റിയെടുക്കും. അപ്പൊ എന്റെ മനസ്സിലൊരു ആശ്വാസം, അത് വിട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഇത് വരും. അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത് അല്ലെ. ഏതെങ്കിലും ഒരു ടൈമിൽ അതിനെ ചെയ്തിട്ട് ഞാൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് വരുത്തുക എന്നുള്ളത്. ഇത് എന്റെ അത് പോയിട്ടില്ല, പോയി എന്ന് തോന്നുമ്പോഴും നമുക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം അതൊന്നും ചെയ്തിട്ടില്ല, പിന്നെ 2-3 ദിവസം ചെയ്യണ്ട ചിലപ്പോൾ മടിയാവുകയും ചെയ്യും, പിന്നെ അത് നമ്മളൊന്ന് പോവുകയും ചെയ്യും. അപ്പൊ അത് ഇന്നത് വിട്ടിട്ടില്ല എന്നുള്ളത് ഞാൻ തന്നെ എന്റെ അടുത്ത് പറയും, പറയാതെ പോലെ. ഇപ്പൊ ഖുർആൻ ഓതുന്നതും നമ്മൾ ഇതുപോലെ റീഡ് ചെയ്യുന്ന ഒരു ഇതായിരുന്നല്ലോ. അപ്പോ അതിലേക്ക് മാറ്റി ഞാൻ തന്നെ അതുപോലെ ചിന്തിക്കും. അതുപോലെ എക്സസൈസ് സ്ഥിരമായിട്ട് ചിലപ്പോ ഒരു 1 hour-ഓ അരമണിക്കൂറൊക്കെ ഫുൾ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ 1 minute 2 minute ഇപ്പൊ സേവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ചുരുങ്ങിയ ടൈം മുതൽ എത്ര ടൈം വരെ ചെയ്യാൻ പറ്റുമോ അതാണല്ലോ. അതെ അതെ, ഒരു ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു നമുക്കറിയാം അപ്പൊ ഇന്നത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ 1 hour നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു വർക്കൗട്ട്, ഒരു ഒറ്റ 2-3 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളൊന്ന് ചെയ്ത് ഒരു ചലഞ്ച്, നമ്മള് ഒരു ചലഞ്ച്, അതൊന്നും ഇത് ഡ്രോപ്പ് ആവൂല എന്നുള്ളത് നമ്മളിങ്ങനെ ഉറപ്പിച്ചൊന്ന് ഇതാക്കുക. അപ്പൊ അതിനു വേണ്ടി എന്താണ് നമുക്ക് പകരം എടുക്കാൻ പറ്റുന്നത് അത് മാക്സിമം കൊണ്ടുവരണം. പിന്നെ സാറ് പറഞ്ഞ പോലെ ഹാബിറ്റ് ചിലത് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഹാബിറ്റ്സ് കുറെ ഉണ്ടല്ലോ, മൈക്രോ ഹാബിറ്റ്സ്. അപ്പോൾ നമ്മൾ പുതിയത് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടു പോകുന്നതായിരിക്കാം അല്ലെ. കുറെ കാര്യങ്ങൾ ഇപ്പൊ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ പുതിയത് കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ആവൂല,
അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു ഹാബിറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുക, പുതിയ നമുക്ക് കിട്ടുന്നത്. പിന്നെ പുതിയത് വേറെ ഒന്ന് കിട്ടുമ്പോൾ നമുക്കൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. നമുക്ക് കുറെ ഓരോന്ന് കാണുമ്പോഴും എല്ലാം ചെയ്യാനുള്ള ഒരു ഇത് തോന്നും. അപ്പൊ നമ്മളൊന്ന് സ്വയം കറക്റ്റ്, വളരെ കറക്റ്റ് ആണ്. നമ്മള് പലതും പലതും കൊണ്ടുവരാൻ പോകുമ്പോ നമ്മുടെ കയ്യിലുള്ളത് പോവും, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനെ കൺസിസ്റ്റന്റ് ആക്കിയതിനു ശേഷം മാത്രം പുതിയതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ വിട്ടുപോകുന്നത് നോർമൽ ആണെന്ന് അംഗീകരിക്കുന്നതും വേറൊരു കാര്യമാണ്. ഓക്കെ, ഇന്ന് സംഭവിച്ചു, നാളെ ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കുക. നമ്മളിൽ തന്നെ ഒരു സെൽഫ് ചാലഞ്ച് വെക്കണല്ലോ മാം. സെൽഫ് ചാലഞ്ച് അതാണ് നമ്മളിൽ തന്നെ ഒരു, അപ്പൊ നമ്മള് ഇമ്പ്രൂവ് ആവല്ലോ. പക്ഷെ ഞാൻ ചെയ്യാറില്ല വളരെ കേട്ടോ. നല്ലൊരു ഉത്തരമാണ്. ചാലഞ്ച് പലർക്കും എന്തുകൊണ്ടാണ് ചെയ്യാൻ സാർ പറ്റാത്ത കാര്യമാണ്. എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ അതെ അതെ റീഡിങ് ചിലപ്പോൾ നടന്നോളണമെന്നില്ല, മിക്കപ്പോഴും വിട്ടുപോകുന്ന കാര്യമായിരിക്കും. അപ്പൊ ഞാനത് ചെയ്തിട്ടുണ്ട് എന്നത് ആക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതുമ്പോൾ അതിലേക്ക് ഇന്നത്തെ റീഡിങ് അത് നമുക്ക് ആക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കും. തീർച്ചയായിട്ടും നമുക്ക് ആ റീഡിങ്ങിന്റെ ടൈം ഖുർആൻ ഓതാൻ വേണ്ടി യൂസ് ചെയ്യാം. അത് ഓഫ് കോഴ്സ് നല്ല കാര്യമാണ്. അത് നമ്മുടെ എന്താ ഒരു മറ്റേ ഒരു എന്താ പറയാ ഇമോഷണൽ പാർട്ടും കൂടിയിട്ട് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ സ്പിരിച്വലി ഈ ഒരു നമ്മൾക്ക് ഒരു അവൈക്ക് തരുന്ന അതെ അതാണ്. അതെ തീർച്ചയായിട്ടും. നമുക്കിപ്പോ ചിലർക്ക് റീഡിങ് മറ്റുള്ള ബുക്സ് വായിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തവരുണ്ടാവും. ഇപ്പോ ഖുർആൻ ഓതണം എന്ന് മനസ്സിലുണ്ടാവും, റീഡിങ്ങിന്റെ പേരിൽ മറ്റൊരു ബുക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താതെ ഈ ബുക്ക് വായിക്കുന്നല്ലോ എന്നുള്ളതൊരു നെഗറ്റീവ് തോട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ സമയം നമ്മുടെ ഖുർആൻ ഓതാനും ആ ഖുർആനിൽ ഓതുന്ന വേർഡ്സിന്റെ മീനിങ് നോക്കിയൊക്കെ ഓതാൻ പറ്റുകയാണെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഖുർആൻ ഓതിക്കുക. അതുപോലെ എന്ത് കാര്യം കൊണ്ടാണോ ഇപ്പൊ നമ്മൾ ആദ്യം അതിന്റെ എന്ത് റീസൺ കൊണ്ടാണ് ഞാൻ ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മളായി തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ ഒരു റീസണ് നമുക്ക് അത് എന്ത് കാരണം കൊണ്ട് വരുന്നു എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പൊ എന്ത് കാരണം കൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, എന്റെ മടിയാണോ അതോ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഏതെങ്കിലും സമയത്തേക്ക് മാറ്റിയാൽ മതിയോ? ഇനി ഞാൻ എന്തുകൊണ്ട് റീഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അഫർമേഷൻ ചെയ്യുന്നില്ല? അങ്ങനെയുള്ള കാര്യത്തിന് ഒരു റീസൺ നമ്മൾ തന്നെ കണ്ടെത്തുക. നമ്മുടെ ഉള്ളിലെ റീസൺ ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെന്റ് റീസൺ ആയിരിക്കും. തിരക്കുകൊണ്ട് സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഉറപ്പായിട്ടും ചെയ്യും. അപ്പൊ ഇന്നലെ ഇന്ന കാരണം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളായിട്ട് നല്ലൊരു റീസൺ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളെങ്ങനെ ഹോണ്ട് ചെയ്യും. ആ ഹോണ്ട് ചെയ്യുന്ന തോട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ 21 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഹാബിറ്റ്. ആ തോട്ട് നമ്മൾ വരാന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന കാര്യങ്ങളിൽ ചലഞ്ചിങ് ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ചലഞ്ചിങ് ആയി മുന്നോട്ട് കൊണ്ടുപോയവർ മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഇനി ഈ മിറാക്കിൾ മോർണിംഗിൽ ഈ സേവേഴ്സ് അല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിച്ച 4 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തത് നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നതാണ്. നമുക്കൊരു മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടാവണം. ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു മോർണിംഗ് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ഒരു മോർണിംഗിനെ സെറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ഉറക്കം തൂങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ എല്ലാം നമ്മൾ നന്നായി അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്ത പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിന് നല്ലൊരു ഉറക്കത്തിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് എഫക്റ്റീവ് ആവും. സെക്കൻഡ് വൺ, ഞാൻ പറഞ്ഞ പോലെ കട്ടൻ ചായ കട്ടൻ കാപ്പി ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മുടെ ബോഡിക്ക് ഒരു ഫുൾ ഒരു എനർജി തരും. നെക്സ്റ്റ് വൺ, ഫോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ആക്കാതിരിക്കുക. നമ്മളിപ്പോ ആണെങ്കിലും ചിലരുടെ എനിക്ക് കുറച്ചു നാളുണ്ടായിരുന്ന ഒരു ചെറിയ ഹാബിറ്റ് ഞാൻ പറയാം. ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് ആ അലാറം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടിന് ഗുഡ് മോർണിംഗ് ടെസ്റ്റ് അയക്കും. എന്നിട്ടേ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാവുള്ളൂ. അതായത് ഫസ്റ്റ് തിങ് ഫോൺ എടുക്കുന്നു, അലാറം ഓഫ് ചെയ്യുന്നു, വാർണിംഗ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, ഫോൺ വെക്കുന്നു, പോകുന്നു. ഇത് എന്റെ ഒരു നെഗറ്റീവ് പ്രാക്ടീസ് ആയിരുന്നു. ഇത് ഞാൻ റെഡിയാക്കി എടുത്ത്. പക്ഷെ ആ ഒരു പേരിൽ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സ്ക്രീനാണ് എൻ്റെ ഫസ്റ്റ്. ആ ഒരു സമയത്ത് ഞാൻ അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അവിടെ എഴുന്നേറ്റിരുന്നു. ഇന്നത്തെ ദിവസത്തിന് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം തന്ന എൻ്റെ സൃഷ്ടാവിന് നന്ദി പറഞ്ഞു എന്നിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നതെങ്കിൽ അതെന്റെ അന്നത്തെ ഒരു സൈലൻസിൽ അത് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ അത് എനിക്ക് അതൊരു പോസിറ്റീവ് തോട്ടായിരിക്കും തരാം.
അതൊരിക്കലും പിന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അയക്കുന്നത് ഒരു മനുഷ്യനാണല്ലോ, അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ച് എക്സ്പെക്ട് ചെയ്യും. നമ്മൾ ഫോൺ എന്ന് പറയുന്നത് കൂടുതലും ലോങ് ലോങ് ഡിസ്റ്റൻസിലുള്ളവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവര് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ പോയി. പക്ഷെ നമ്മൾ ദൈവത്തോട് കോൺവെർസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണിനോടുള്ള ആ ഒരു സ്ക്രീനിങ്ങിനോടുള്ള ടൈം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അപ്പൊ തന്നെ എന്താണ് വാട്സപ്പിൽ അപ്ഡേഷൻസ്, എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ, എന്തിനാണ് ഫേസ്ബുക്കിൽ അപ്ഡേഷൻസ്, അന്നന്നത്തെ എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് നമുക്ക് കിട്ടില്ല. അത് നെക്സ്റ്റ് തിങ്, അത് ഒഴിവാക്കുക. പിന്നീട് ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാൻ, ആ ദിവസത്തെ പ്രൊഡക്റ്റീവ് ആക്കാൻ ആഡ് ചെയ്യുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ആ മോർണിംഗ് തന്നെ പ്രിപ്പയർ ചെയ്യാം. അത് ഓരോന്ന് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ് തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള നല്ല എനർജി നമുക്ക് തരും. ഇങ്ങനെയുള്ള ചാലഞ്ചസ്, അതായത് മിസ്സായി പോകുന്ന ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് തരും. മാഡം, ചെക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ടു ഡു ലിസ്റ്റ് ആണോ? ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ട്. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, നോട്ട് ടു ഡു ലിസ്റ്റും പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതെ, നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾക്ക് നോട്ട് ടു ഡു ലിസ്റ്റും, ഒഴിവാക്കേണ്ടാത്ത അതായത് ഉറപ്പായും ചെയ്യേണ്ടതിന് ടു ഡു ലിസ്റ്റും ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്കൊന്നും പെർഫെക്റ്റ് ആവാൻ കഴിയില്ലല്ലോ, നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, നല്ലതായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു മിറാക്കിൾ മോർണിംഗ് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് എ പെർഫെക്റ്റ് ലൈഫ്, ബട്ട് ഇറ്റ് ഗീവ്സ് യു എ പവർ ടു ബിൽഡ് വൺ. ഒരു പെർഫെക്റ്റ് ആവാനല്ല, നമുക്കൊരു ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഒന്നും പെർഫെക്റ്റ് ആവാൻ മനുഷ്യന് സാധിക്കില്ല, മനുഷ്യൻ പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ മുതൽ ഇത് ഒന്ന് അപ്ഡേറ്റ് ചെയ്തും കൂടി തുടങ്ങാം അല്ലേ? എത്ര പേരുണ്ടാവും കൂടെ? എല്ലാവരും ഉണ്ടാവില്ലേ? ഇപ്പൊ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഉണ്ടാവില്ലേ? വേറൊരു കാര്യം ചോദിക്കട്ടെ മാം, ഈ സ്ക്രൈബിങ്ങിന്റെ ബെനിഫിറ്റ് എന്താ മാം? സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് ആണ്. നമ്മളെ അല്ലേ, ഇപ്പോഴത്തെ ഒരു സമയത്ത് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര വരുമാനമാണ്. എന്തൊക്കെയാ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇമോഷണലി വീക്കാണ്. ആ ഒരു ഇമോഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വേ എന്ന് പറയുന്നതാണ് ഈ സ്ക്രൈബിംഗ്. നമുക്കിപ്പോ കുറെ ടെൻഷൻസ് ഉണ്ട്, കുറെ ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒക്കെ അതിങ്ങനെ ആയി പോകുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, ഈ വായിക്കുന്ന കാര്യത്തിലെ നമ്മൾ എഴുതി വെക്കുകയാണെന്ന് വിചാരിച്ചോ, ആ എഴുതുന്നത് എന്താണോ നമ്മൾ എഴുതുന്നത്, ആ ഒരു എഴുതുന്ന കാര്യം പിന്നീട് നമുക്ക് അത് റെഫർ ചെയ്യാൻ പാകത്തിനാക്കുക. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്റെ ലൈഫിൽ ഇത്ര മോഡിഫിക്കേഷൻസ് വരുത്തി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്താണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ആ എഴുതുന്ന സമയത്ത് നമ്മളത് ഇങ്ങനെ എവിടെയെങ്കിലും നോക്കി എഴുതാന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ എന്താണോ ആ സമയത്ത് ഫീൽ ചെയ്യുന്നതെന്ന് എഴുതി വെക്കുക. ഇല്ലെങ്കിൽ ആ എഴുതുന്ന കാര്യങ്ങൾ എങ്ങനെയാക്കാൻ പറ്റുക? ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ട് അല്ലെ, ടുഡേ ഐ ആം അലൈവ്, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ താങ്ക് ഗോഡ്. ടുഡേ ഐ ആം ഹെൽത്തി, താങ്ക് ഗോഡ്. ടുഡേ ഒത്തിരി പേര് ഹോസ്പിറ്റലിലാ, നൗ ഐ ആം ഇൻ മൈ ഹോം, ഞാൻ എന്റെ വീട്ടിലുണ്ട്, താങ്ക് ഗോഡ്. അങ്ങനെ എഴുതി വെക്കുകയാണെന്ന് വിചാരിച്ചോ, ആ ഒരു പോസിറ്റീവായിട്ട് അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ, പിന്നീട് നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് അതൊന്ന് എടുത്തു വെക്കുമോ, അപ്പൊ നമുക്ക് എത്ര കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെ അതൊരു കാര്യം. അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് ചൂസ് ചെയ്യണം. പക്ഷെ എന്തെങ്കിലും ഒന്ന് എഴുതണം. ചിലർക്ക് എഴുതാൻ ഇഷ്ടം ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിനെ പറ്റിയിട്ട് എഴുതാനായിരിക്കും ഇഷ്ടം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ, ഞാൻ ഇത്ര ബുക്കുകൾ വായിച്ചു, അത് ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ റഷ് അല്ലെ, ഒരു ഡോപ്പമിന്റെ ഒരു പ്രസൻസ്, അതൊക്കെ ഒരു ഹാപ്പിനെസ് ആണ്. നമുക്കൊരു സെൽഫ് ഹാപ്പിനെസ്, എല്ലാവരും ഇങ്ങനെ അവിടെ ഹാപ്പിനെസ് ഇവിടെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ സെൽഫ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് ഈ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണോ നമ്മൾക്ക് ആഗ്രഹം, എന്ത് എഴുതാനാണോ നമുക്ക് ഇഷ്ടം, അത് എഴുതുക. ഇനി വേറെ എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ നോക്കുക. അതില് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫോർഗിവ്നെസ്സും ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൺ യുവർ മോർണിംഗ് എലവേറ്റ് യുവർ ലൈഫ്, റോബിൻ ശർമ്മയുടെ ഒരു ഫേമസ് കോട്ടാണ്. അത് വെച്ചിട്ട് ഞാനത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എല്ലാവരും ഓപ്പൺ ആക്കിയിട്ട് സംസാരിക്കുക. നമുക്ക് ആ ടാസ്ക് നോക്കിയിരുന്നു മാം, ടുമോറോ ഓൺവേർഡ്സ്. ഓക്കെ, ഷുവർ. ടുമോറോ ഒക്കെ ഉണ്ടാ?
ടുഡേ ഇന്ന് ആക്കട്ടെ. മുതൽ എന്തിന് യെസ് ടുമോറോ ടുഡേ വേണ്ട, യെസ് നമുക്കിനി ഓക്കെ ടുമോറോ ഇല്ല, ടുഡേ. ഓക്കെ ടുഡേ ഇറ്റ്സെൽഫ് വി ഹാവ് ടു സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ എന്തിനെങ്കിലും, ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമുക്ക് ടുമോറോ എല്ലാ ദിവസവും ഉണ്ടല്ലോ. ഇന്ന് വിചാരിക്കും ടുമോറോ, ഓക്കെ, നാളെയും പറയാം അതേ വേർഡിന് ടുമോറോ. പക്ഷെ അതൊരിക്കലും ആ ടുമോറോ എത്തലില്ല. എന്നിങ്ങനെ ആ ടുമോറോ വീണ്ടും വീണ്ടും വീണ്ടും. അത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ ടുഡേന്നാക്കുക. ഈ ഒരു കാര്യങ്ങൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു 8-9 o'clock ആ ഒരു ടൈമിലാവുമ്പോഴത്തേക്കും ഗ്രൂപ്പിൽ ഒരാള് അതിന്റെ ആ ഒരു സംഭവം ഇടാം. ആരാണ് ഉണ്ടാവുക നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിനോ ആയിട്ടുള്ള ആരാ ഉള്ളത്? സജില മാം ഇന്ന് വന്നിട്ടില്ല. വന്നിട്ടില്ല, എനിക്ക് കേറിയിട്ടില്ല. മെസ്സേജ് ചെയ്തിരുന്നു എന്തോ ആര് കൊണ്ടുവെക്കാൻ വേണ്ടിട്ട് പോവാന്നെന്തോ അല്ലേ. ഷെജില മാം ചെയ്യല്ലോ. ആളിവിടെ ഉണ്ടോ? ഷെജില ഇസ് ദ ഓക്കെ ഓക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓർമ്മപ്പെടുത്തലാവും. അപ്പോ അതിനെ ടിക്ക് ചെയ്ത് നമുക്ക് പോയി നോക്കാം. അതിനായിട്ട് നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുക്കേണ്ടി വരും അത് ചെയ്യാനും. ഇത് കഴിയുമ്പോ എന്റെ പിന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല. നാളെ നീളെ തന്നെയാണ്. ആരോ നേരത്തെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കണ്ടു. ഗ്രൂപ്പിൽ കയറാത്തവർ വിചാരിക്കുന്നത് എന്താ സംഭവിക്കുന്നത്, എല്ലാരും മെസ്സേജ് ചെയ്യും. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നുള്ളവർ കണ്ടിട്ട് അവര് വീണ്ടും ഗ്രൂപ്പിൽ കയറാനും തന്നെ വരും. അല്ല, നമ്മുടെ മോർണിംഗ് സർക്കിൾ അവർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. യെസ്, ഷുവർ അവർക്കൊന്നും ആയിട്ടും മനസ്സിലാവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പുതിയതായി ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ മോർണിംഗിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, കയറിയില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടാന്ന് കരുതിയാൽ മാത്രമേ വരുള്ളൂ. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലെ. പക്ഷെ നമ്മൾ അവരെക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവണം. കാരണം ആ ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ള, ഇപ്പൊ ഈ സമയത്ത് നന്നായി ഉറങ്ങാൻ പറ്റും, അത്രയ്ക്ക് നല്ല കാലാവസ്ഥയാ. എല്ലാവർക്കും നല്ല മഴയൊക്കെ ഉണ്ടല്ലോ. മാം ഈവൻ സൺഡേസ് പോലും നമ്മളെല്ലാരും വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അതൊരു എന്താ ഒരു നല്ല ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക. അവർ സെൽഫ്, ഐ എം ഡൺ, നമ്മൾ നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമുക്കൊരു സെൽഫ് കോംപ്ലിമെന്റ് കൊടുത്തു നോക്കാം. നീ സൂപ്പർ ആടാന്ന് പറഞ്ഞല്ലേ, നീ സൂപ്പർ ആടാന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ നമ്മൾ പറയണം. വേറെ ആരും വന്ന് പറയില്ല. ആർക്ക് തോന്നിയാലും പറയില്ലാത്തൊരു കാര്യമാണ്. അല്ലേ, അങ്ങനെ പ്രശ്നം ഉണ്ടിട്ടോ നിനക്കെന്ന് ഉറപ്പായിട്ടും പറയും, ഇല്ലേ? ഇവിടെ യുഎയിലുള്ളവരുണ്ട്. അത്രയും എഫേർട്ട് എടുത്ത് അറ്റൻഡ് ചെയ്യുന്നവരും. അതെ അതെ, കാരണം ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലീപ്പിന്റെ സമയമാണ് യുഎയില്, അല്ലേ? വെരി ഗുഡ്. അപ്പൊ നമ്മളെല്ലാം ഒരു സക്സസ്ഫുൾ പീപ്പിളിന്റെ ഗ്യാങ് ആണിത്. ഈ ഗ്യാങ്ങിലുള്ളവർ സക്സസ്ഫുൾ ആയി മാറിയിരിക്കും. അങ്ങനെ നന്നായി നല്ല ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത് നമുക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി താങ്ക് യു സോ കൂടുതലായിട്ടൊന്നും മച്ച്. ചോദിക്കെങ്കിൽ ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ താങ്ക് യുവർ യു മാം. വെരി ഇന്ററാക്ഷൻസ്. അതായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ്ഫുൾ എനർജി ക്ലാസ്. മൊത്തം. ഒരാള് നമുക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനില്ലാത്ത ചില ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്ന് കണ്ടിന്യൂ വെരി ചെയ്യാൻ. പക്ഷെ ഇവിടെ ഇൻസൈറ്റ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ക്ലാസ് മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് പറഞ്ഞ കോട്ടിങ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഗ്രൂപ്പിൽ? ടൈപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കോട്ടിങ് പറഞ്ഞു. ഓക്കെ, റോബിൻ ശർമ്മയുടേതല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷുവർ ആയിട്ട്. താങ്ക് യു മാം.